ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് മാവൊന്നും വെച്ചിട്ടല്ല, സാധാരണ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ക്രീം ചെയ്യുന്നതും നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉമ്മാടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നെ വേണം എന്നില്ല, നമ്മൾ സാധാരണ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 20 ബിസ്ക്കറ്റോളം ഉപയോഗിക്കുന്നുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുന്നത് ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റോ എന്തെങ്കിലും വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചേർക്കുന്നത് പാല് തന്നെയാണ്. അപ്പോൾ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് ചേർക്കണം എന്നില്ല, അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിതിൽ ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ കേക്ക് ടിന്നായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള സാധാരണ ഒരു സ്റ്റീൽ പാത്രം തന്നെയാണ്. ഈ ഒരു പാത്രത്തിലോട്ട് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, പിന്നെ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. ഈ ഒരു സമയം കൊണ്ടൊരു പാത്രം, ഒരു വലിയൊരു ചരുവാണ്, അത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഇതിൽ ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ബിരിയാണി പോട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ വലിയ പാത്രമൊന്നുമില്ല, അപ്പോൾ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യാമെന്ന്. ഏത് കട്ടിയുള്ള പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചരുവം എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതൊരു തട്ട് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. അതിലോട്ട് നമ്മളിപ്പം മാവ് ഒഴിച്ച് വെച്ചേക്കുന്ന ആ പാത്രം ഒന്ന് ഇറക്കി വെച്ച് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടുന്ന വിപ്പിംഗ് ക്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേളിൽ ലിങ്കും കൊടുക്കാം, അതൊന്ന് പ്രസ് ചെയ്താൽ ആ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ള് കുക്കായോ നോക്കാനായിട്ട് ഇതുപോലൊരു ഫോർക്കോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള് വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കേക്ക് നല്ലതുപോലെ തണുക്കും. തണുത്തതിന് ശേഷം ഈ സൈഡിൽ നിന്നൊക്കെ താനെ തന്നെ വിട്ട് വരും. ഇനി ഒന്ന് കമിഴ്ത്തി കൊടുക്കുമ്പോൾ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. കാണാനും നല്ല അടിപൊളിയാണ്, കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 2 ലെയർ കേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച ഷുഗർ സിറപ്പാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഈ ഒരു കേക്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെറ്റ് ചെയ്യരുത്, കാരണം കേക്ക് നല്ല സോഫ്റ്റാണ്, അപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരാവശ്യത്തിന് മാത്രം ഇതുപോലെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ്, അരിപ്പൊടിയിലാണ് ചെയ്തതെന്നൊന്നും പറയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ ഈ ചെയ്തതുപോലെ തന്നെ നമുക്കിനി അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് ആ ഒരു ക്രീമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ക്രീം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും മേൽഭാഗത്തും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്വീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ വിഷ് പറയാനുണ്ട്. ഷബ്ന പർവീൻ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. കുഞ്ഞു കുട്ടിയാണ്, നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ മോൾക്കൊരു സ്പെഷ്യൽ ഹായ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബിസ്ക്കറ്റ് കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.